വിളയാട്ട് തോറ്റ് പടം പൊട്ടി അജിത്ത് കളറായി അട ഗുമ്മാണ് പടം തീർന്നു ഗുമ്മാണ് തല അജിത്തിക്ക് പൊളിച്ചാച്ചാനെ തല പൊളിച്ചടിക്ക് കടവുളെ അജിത്ത് എന്ത് പറയണ്ട തല ഒരു രക്ഷയില്ല. കൊള്ളാം കുഴപ്പമില്ല. അജിത്ത് പിന്നെ സാർ പൊളിയല്ലേ കൊള്ളാം. ഫാമിലി ഫിലിം സെറ്റാണ് ഒരു കുഴപ്പമില്ല സെറ്റാണ് കുഴപ്പമില്ല. കുഴപ്പമില്ല. അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി നല്ലൊരു മൂവിയായിരുന്നു. ആക്ഷൻ ഒക്കെ ഭയങ്കര നന്നായിട്ടുണ്ട്. അജിത് കുമാർ എന്ന വ്യക്തിയാണ് മൊത്തത്തിലെ പടം. അതെ അത്രേ ഉള്ളൂ. പുള്ളിയുടെ വളരെ നൈസായിട്ടുള്ള ലുക്സും സ്വാഗും ഫൈറ്റ് സീൻസ് ആയാലും ഭയങ്കര ഹാൻഡ്സം ലുക്കാണ്. ചില ഒരു പുള്ളിയെ കാണാൻ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് 12 years ബാക്ക് എന്ന് പറഞ്ഞൊരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി കുറച്ചുകൂടെ യങ്ങറായിട്ട് ഷേവ് ഒക്കെ ചെയ്തിട്ട് എന്താ ലുക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ തൃശ്യയായിട്ടുള്ള കെമിസ്ട്രിയും ആ കോമ്പിനേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പടത്തിലെ സെക്കൻഡ് ഹീറോ എന്ന് പറയുന്ന അനിരുദ്ധിനെ തന്നെ പറയണം. കാരണം അതിൻ്റെ മ്യൂസിക്കായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും എല്ലാം അടിപൊളിയായിട്ട് സംഭവം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ VFX നൈസാണ്. ഇതിൽ പ്രത്യേക എടുത്ത് പറയേണ്ട DA കളർ കോൺട്രാസ്റ്റ് ആണ്. ഈ കളർ ഗ്രേഡിങ് ചെയ്തേക്കുന്നത് കളർ ഗ്രേഡിങ് ഒരു രക്ഷയില്ല. ഇപ്പോൾ KGF ഒരു പ്രത്യേക കളർ ഗ്രേഡിംഗ് ഉണ്ടല്ലോ, അതുപോലെ ഇതിലൊരു ഡിഫറെൻറ്റ് കളർ ഗ്രേഡിംഗ് ആണ്. പ്യൂർ ഹോളിവുഡ് സ്റ്റൈൽ വളരെ ക്ലാസിക് ആയിട്ട് സാധനം ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ചിലപ്പം ടോളിവുഡിലൊക്കെ എത്രത്തോളം ഹിറ്റ് ആവുമെന്നറിയില്ല. കാരണം അവർക്കൊക്കെ ഇത് ഇടിച്ച് തെറിച്ചൊക്കെ പോകുന്ന ഫൈറ്റുകളൊക്കെയാണ് കാണുന്നത്. കാറുകൾ 10 തെറിക്കുന്നു അതൊന്നും അല്ല ഇതിനകത്ത് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ്സ് ആണ്. ഈക്വലൈസർ മൂവി ആയാലും അതുപോലെ തന്നെ കരാട്ടെ കിഡ് അതുപോലെ ഹാൻഡ് ടു ഹാൻഡ് ഉണ്ടല്ലോ അതാണ് മൊത്തത്തിലുള്ളത്. ഭയങ്കര മനോഹരമായിട്ട് കാറിനകത്തുള്ള ഫൈറ്റും കുറേ സീൻസൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അജിത് കുമാറിൻ്റെ തന്നെ കാർ റേസിങ് പുള്ളി തന്നെ ഡയറക്റ്റ് ചെയ്തേക്കുന്ന കുറേ സ്റ്റണ്ടും കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട്. അതെല്ലാം മനോഹരമായിട്ട് കാറിലുള്ള കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് ഭയങ്കര അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം. കാരണം ഓവറായിട്ടുള്ള ഒന്നുമില്ല. പിന്നെ നെഗറ്റീവ് ചെറുതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അസർബൈജാനി ഡയലോഗ്സ് കുറച്ച് ഭയങ്കര കൂടുതലാണ്. ഒരുപാട് അടുത്ത് അസർബൈജാനി ഡയലോഗ്സ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് അസർബൈജാൻ പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഈ കളർ ഗ്രേഡിങ്ങും വെച്ചിട്ട് ഏരിയൽ ഷോട്ട്സ് അസർബൈജാൻ എടുത്തേക്കുന്നത്. ബാക്കു സെർബിയ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ അമേസിങ്. ഒരു രക്ഷയില്ല. പടത്തിൽ നല്ലോണം ഒപ്പിയെടുത്തിട്ടുണ്ട് അസർബൈജാൻ മൊത്തത്തിൽ. ബാക്കു ഏരിയ പ്രത്യേകിച്ച്. അപ്പോൾ നല്ലൊരു മൊത്തത്തിൽ നല്ല പടമാണ്. അതുപോലെ അർജുനും റെജീനയുടെ ആക്ടിങ്. അർജുൻ നല്ല സൂപ്പർ വില്ലൻ, റെജീനയും ഞെട്ടിക്കുന്ന വില്ലത്തിയായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നൈസൊരു പടമാണ്. എനിക്ക് ഇൻട്രോൽ പഞ്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് ഭയങ്കര സൂപ്പർ അല്ലെങ്കിൽ ഇറ്റ്സ് ഗുഡ്. അപ്പോൾ മൊത്തത്തിൽ എന്തായാലും മസ്റ്റ് വാച്ച് ടി വി. കാരണം പ്രത്യേകിച്ച് ഈ കളർ ഗ്രേഡിങ് ഇതൊക്കെ കിട്ടണമെന്നാണ് ടി വിയിൽ പിന്നെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ എത്രത്തോളം കിട്ടുമെന്നുള്ളത്. ഇത് ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു ഡിജിറ്റൽ എക്സ്പീരിയൻസ് ആണ്. ഡോണ്ട് മിസ് ഇറ്റ്. വേറെ ലെവലാണ്. എന്തൊക്കെ പറഞ്ഞാലും പടം വയസ്സ് നോക്കുമ്പോൾ മകിത്തിരിമിൻ്റെ മുമ്പത്തെ പടം വയസ്സ് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം ആവറേജ് ഇതേ ഉള്ളൂ. പക്ഷേ തലേനെ മുമ്പിറങ്ങി 2 പടം വയസ്സ് നോക്കുമ്പോൾ കിടിലം പടം തന്നെയാണ്. വേറെ ലെവലൊന്നുമില്ല. പക്ഷേ നമുക്ക് മേക്കിങ്ങും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഒരു ആവറേജ് നമുക്ക് ഫീൽ ചെയ്തോളൂ. ഭയങ്കരമായ ഒരു റേഞ്ച് നമുക്ക് തോന്നിയില്ല. ഒരു ആവറേജ് ഇതേ ഉള്ളൂ. കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടം അത്രയേ ഉള്ളൂ. അതൊക്കെ നോക്കണം. അവർ കോംബോ സ്ക്രീൻസൊക്കെ വേറെ ലെവലാണ്. പക്ഷേ പടം വൈസ് നോക്കുമ്പം ഒരു ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ മിസ്റ്റേക്കുകളുണ്ട്. ഭയങ്കരമായ പടം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. സ്ലോ പൈസ് തന്നെയാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് ഒക്കെ അത്യാവശ്യം ലാഗ് വരും. പിന്നെ സെയിം മ്യൂസിക് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോയത് ആ ഒരു പോരായ്മയുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നുമില്ല. സെയിം മ്യൂസിക് തന്നെ റിപ്പീറ്റ് ക്ലൈമാക്സ് വരെ കൊണ്ടുപോയി. അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതൊക്കെ ഓക്കെയാണ്. വേറെ പടം വൈസ് മൊത്തത്തിൽ ഒന്ന് സ്ട്രോങ് ആക്കായിരുന്നു. അത്രയേ ഉള്ളൂ. ഒരു എന്റർടൈൻമെന്റ് ആക്കാം. തടൻ ലെവലിലൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ അതിനെ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. അത്രയേ ഉള്ളൂ. കാരണം ആർക്കും എല്ലാവരുടെ ഒപ്പീനിയൻ എടുത്ത് നോക്കുക. നമ്മൾ 1% പോലും നമ്മൾ എക്സ്പെക്ടേഷൻ്റെ ഒരു 10% പോലും നമുക്കിതിനകത്തൊരു റിസൾട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഭയങ്കര സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സ്വാഭാവികമായിട്ട് അജിത്തിൻ്റെ ഒരു പടത്തിൽ നമ്മൾ കാണുന്ന ഒരു ഫീലൊന്നും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ലാഗാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇടക്കാലങ്ങൾ കണ്ട ഏറ്റവും വലിയ ലാഗ്. ഒരു രക്ഷയില്ല. മേക്കിംഗ് ഒക്കെ കൊള്ളാം. നമ്മൾ പടം കാണുമ്പോൾ അതിൻ്റെ നെഗറ്റീവിനെ നെഗറ്റീവായിട്ട് പറയുകയും പോസിറ്റീവിനെ പോസിറ്റീവായിട്ട് പറയുകയും ചെയ്യുക. കാരണം ഇതിനകത്ത് ആകെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓക്കെയാണ്. ആ അസർബൈജാൻ എന്ന രാജ്യത്തിനെ നമുക്ക് ചിത്രീകരിച്ചിട്ടുണ്ട്. വിഷ്വലൈസിങ് ഓക്കെയാണ്. ഇത് കാണാൻ വേണ്ടി മാത്രം നമ്മൾ പടം കാണണമെന്നുള്ള ചിന്താഗതിയാണ് സ്വാഭാവികമായിട്ട്. നമ്മൾ എക്സ്പെക്ടേഷൻ്റെ ഒരു 10% പോലും നമുക്ക് വന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഒരു ബിഗ് ഫ്ലോപ്പ്. ഒരു മങ്കാത്ത ലെവലൊക്കെ ഉണ്ടാവും. ക്ലാസ് മങ്കാത്ത വേറെ ലെവല് അതിനെ വെച്ച് പൊട്ട് നമ്മൾ ഇത് മറ്റേ ഇംഗ്ലീഷ് സ്റ്റൈലിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഭയങ്കര ബോറായി. ഭയങ്കര ലാഗ് ഫീലിംഗ് ആണ്.
പടം അടിപൊളി ബ്രോ, കൊള്ളാം, വേറെ ലെവല്, നൈസ്. അജിത്തെ കടവളെ അങ്ങനെയൊന്നുമില്ല, കൊള്ളാം. ഒരു രക്ഷയില്ല കേട്ടോ. ക്ലൈമാക്സ് ഒക്കെ തകർത്തിളഞ്ഞ് കരയിപ്പിച്ചളഞ്ഞ്. ലെവൽ മൂവിയാണ്, ഇന്റർനാഷണൽ. നല്ല പടം, നല്ല പടം, നല്ല പടം. എങ്ങനെയാണ് ഇംഗ്ലീഷ് പടം കണ്ട ഒരു ഇതെങ്ങനെ ഉണ്ടായിരുന്നോ? ആ ഫീലൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു വിടാൻ? നല്ലായിരുന്നു, നല്ല മൂവി. താങ്ക് യു. എങ്ങനെ വിടാൻ പോയത്? കുഴപ്പമില്ല ഇതിന്റെ സ്റ്റണ്ടും കാര്യം റൈസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ആക്ഷൻ പടമാണോ അതോ എങ്ങനെ ഫാമിലി? ഒരു ആക്ഷൻ മൂവി, റോഡ് മൂവി, വേറെ ഒന്നുമില്ല, വേറെ ഒന്നും പറയാൻ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണോ? എങ്ങനെ? അല്ല, കുറച്ച് ലാഗാണ്. ആക്ഷൻ സീക്വൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി നല്ലതായിരുന്നു. ഒരുപാട് റിസ്ക് എടുത്തൊക്കെ പുള്ളി കാറും സംഭവം. നല്ല പടം, കാണാം, ഒരു പ്രാവശ്യം കാണാം. കുഴപ്പമില്ല, കൊള്ളാം, ആവറേജ്. ആക്ഷൻ പാക്ക് മൂവിയാണോ അതോ ഫാമിലി റിലേറ്റഡ്? ഭയങ്കര ഫാമിലിയും ആണ്, അക്ഷനും ആണ്. അർജുനും അജിത്തായിട്ടുള്ള ഒരു കോംബോ ഒക്കെ എങ്ങനെയുണ്ട്? ആ കൊള്ളാം, കുഴപ്പമില്ല, കണ്ടുകിട്ടില്ല. കുറെ നാൾക്ക് ശേഷമാണല്ലോ അജിത്തുമായിട്ട്. ആ വേറെ കുഴപ്പമില്ല. മൂവിയൊന്നും അല്ല, പക്ഷേ സ്റ്റാൻഡേർഡ് ഫാമിലി സ്റ്റോറിയായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇത് വ്യത്യസ്തമായ ഒരു റോളായിട്ട് ചെയ്യുന്ന ഒരു കുളം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, നമ്മൾ ബാക്കിയുള്ള ഒരു ലെവലിൽ ചിന്തിക്കുന്ന പോലെയുള്ളൊരു കാര്യങ്ങളൊന്നുമല്ല, ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള മൂവിയാണ്. പോകുന്ന പടമാണോ അതോ ഒരു മീഡിയം ആവറേജിലോട്ട് എത്തുന്നത്. ഇങ്ങനെ അർജുനും അജിത്തിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇതായിട്ട് ആക്ടിങ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. അത് ഒരു സ്റ്റാൻഡേർഡായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അർജുനൊക്കെ ഭയങ്കര ഒരു സ്റ്റാൻഡ് എഫക്റ്റ് ആയിട്ടുള്ള ഇതിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ അത്രത്തോളം ഒന്നും എത്തിച്ചിട്ടില്ല. ഒരു തമിഴ് പടമായിട്ട് തന്നെ ഫീൽ ചെയ്തില്ല. ഇംഗ്ലീഷ് അല്ല, ഒരു ഇംഗ്ലീഷ് മൂവിയിലെ ഒരു ആക്ഷൻ സെറ്റപ്പിലല്ല, ഒരു ഫാമിലി മൂവി ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു ഇംഗ്ലീഷ് സെറ്റപ്പിലുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അത്രയും. അടിപൊളി, നല്ല ഫിലിം, നല്ല മേക്കിംഗ്, അജിത്തിൻ്റെ കംബാക്ക് അർജുനായിട്ടുള്ള ഒരു കോംബോ ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, നല്ലത്. സെക്കൻഡ് ഹാഫ് ഒക്കെ അടിപൊളി. ദൃശ്യം കുറെ നാൾക്ക് ശേഷമാണല്ലോ അജിത്തായിട്ട് വീണ്ടും അതെ, ഒരു സൂപ്പർ കോംബോ അല്ലേ, അടിപൊളി. പക്ക ഒരു ഫാമിലി മൂവിയാണോ? ഒരു ഫാമിലി എല്ലാവർക്കും ഓക്കെ. വിടാൻ പോയത് അടിപൊളി, നല്ല സിനിമ. ഭയങ്കര ഇഷ്ടമായത് മൂവിയിൽ. ആക്ഷൻ ബ്ലക്സ് ഒക്കെ കൊള്ളാം. അതെ, ഒരു ഫാമിലി ഫാമിലി അല്ല, അല്ലാതെ കാണാം. ഇങ്ങനെ അജിത്തും അർജുനായിട്ടുള്ള ഒരു കോംബോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, അവർക്ക് ആക്ഷൻ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. അവരെ കുഴപ്പമില്ല, എത്ര പറയാം. പടം മൂവി പറാത്തിട്ട് ബ്രോ, പറാത്തിട്ട് മൂവി സൂപ്പർ, വെരി